ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് റവയും തേങ്ങയും കൊണ്ട് ചെയ്തെടുക്കാവുന്ന നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള എരിയൻ പലഹാരമാണ് കേട്ടോ. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വറുത്തതോ വറുക്കാത്തതോ എടുക്കാം. അത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ടുണ്ട്. അതേ അളവിൽ 1/2 കപ്പ് തേങ്ങ ചിരവിയതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി ചേർക്കാം. നമ്മുടെ സ്നാക്കിന് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചെറിയൊരു എരിവും ഉണ്ടാവും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 കപ്പ് വെള്ളവും ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പം ഞാനിത് നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്കും അതിലുള്ള റവയൊക്കെ ഒന്നുകൂടെ ഒന്ന് കുതിർന്നിട്ട് മാവ് ഒന്നുകൂടെ ഒന്ന് തിക്കായിട്ട് വരും. ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം. അതിനുശേഷം ഇത് തുറന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് മൈദ ചേർത്ത് കൊടുക്കണം. മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. 1.5 ടീസ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഞാനിവിടെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 2 തണ്ട് കറിവേപ്പില അരിഞ്ഞത്, ഒരു മീഡിയം സൈസിലുള്ള സവാള പൊടിയായിട്ട് അരിഞ്ഞത്, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് കൂടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് സ്പൂൺ കൊണ്ട് കോരിയിട്ടോ കൈകൊണ്ട് നുള്ളിയിട്ടോ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കൈകൊണ്ട് നുള്ളിയിട്ടപ്പോഴാട്ടോ നല്ലൊരു ഷേപ്പിൽ കിട്ടിയത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണോ സൗകര്യം അതിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചിട്ട് ഉൾഭാഗമൊക്കെ വേവുന്ന രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. പുറത്ത് നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക്. അപ്പോൾ ഇതുവരെ നിങ്ങൾ റവ വെച്ചിട്ട് ഇതുപോലൊരു സ്നാക്ക് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. റവയും തേങ്ങയൊക്കെ അരച്ചെടുത്തതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്